നമസ്കാരം. മലയാള ചലച്ചിത്ര ലോകത്തെയും മലയാള ചലച്ചിത്ര ആസ്വാദകരെയും കേരളീയരെയും പൊല്ലാപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മലയാള ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന നടീനടന്മാരും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ ചില ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു വരുന്നതായാണ് കാണാൻ സാധിക്കുന്നത്. 74 വയസ്സ് കഴിഞ്ഞ മഹാനടനായ മമ്മൂട്ടിക്കും 64 വയസ്സ് കഴിഞ്ഞ മലയാളത്തിന്റെ നിത്യവസന്തം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന മോഹൻലാലിനുമെതിരെയൊക്കെ ഇപ്പോൾ നിരവധി ആരോപണങ്ങളാണ് എമ്പാടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും എല്ലാം ഫാൻസ് അസോസിയേഷനുകൾ തങ്ങളുടെ നടനാണ് അല്ലെങ്കിൽ തങ്ങളുടെ ആരാധനാമൂർത്തിയായ നടന്മാരാണ് സവിശേഷമായ ഗുണവൈശിഷ്ട്യമുള്ള ആളുകൾ, അവർ ഒരു കാരണവശാലും അബദ്ധസഞ്ചാരത്തിന് പോയിട്ടില്ല, അവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നിരന്തരം പോസ്റ്റുകളിട്ട് ഇപ്പോഴത്തെ അവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഫലത്തിൽ മലയാള ചലച്ചിത്ര വേദിയിൽ നടക്കുന്നു എന്ന് പറഞ്ഞ ചില ലൈംഗിക ചൂഷണങ്ങളെയും അസമത്വത്തെയും കുറിച്ച് പഠിക്കുവാൻ വേണ്ടി WCC എന്ന മലയാള ചലച്ചിത്ര മേഖലയിലെ മഹിളകളുടെ ഒരു അസോസിയേഷനാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ ഒരു നിവേദനം നൽകുന്നത്. മലയാള സിനിമാ രംഗത്ത് വനിതകളായ സാങ്കേതിക പ്രവർത്തകരും നടികളും അടക്കമുള്ള ആളുകൾ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട്. പലപ്പോഴും പല സെറ്റുകളിലും ഇവർക്ക് ബലാത്കാരത്തിന് ഇരയാകേണ്ടി വരുന്നു. താമസ സ്ഥലങ്ങളിലും തൊഴിലിടങ്ങളിലും ഇത് നിത്യവൃത്തിയായി തുടരുന്നു എന്നുള്ള അവസ്ഥാവിശേഷം വന്നപ്പോഴാണ് ഈ അസമത്വത്തിനെതിരെ, അരാജകത്വത്തിനെതിരെ WCC എന്ന സംഘടന നടി മഞ്ജു വാര്യർ അടക്കമുള്ള ഏതാനും പേരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം കൊടുക്കുന്നത്, നിവേദനം കൊടുക്കുന്നത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് ഇത്തരം ഒരു നിവേദനം പോകുന്നതും പിന്നീട് അങ്ങോട്ട് ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിച്ചതുമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. 2019 ഡിസംബർ 31 ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിക്കുന്നത്. അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ AK ബാലനും അന്ന് ഈ റിപ്പോർട്ട് കൈപ്പറ്റുമ്പോൾ കൂടെയുണ്ടായിരുന്നു. റിപ്പോർട്ട് ഒരു വിധത്തിലും പുറത്തു പോകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ജസ്റ്റിസ് ഹേമ തൻ്റെ ഈ റിപ്പോർട്ടുകൾ മുഴുവൻ തനിച്ചാണ് തയ്യാറാക്കിയത്. ടൈപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെനോ പോലും ഇതറിയരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ സ്വന്തമായി തന്നെയാണ് ടൈപ്പ് ചെയ്ത് ഇത്രയും പേജുള്ള കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത് എന്ന് പറയുമ്പോൾ അതിൻ്റെ രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതിൽ ജസ്റ്റിസ് ഹേമ എത്രത്തോളം കൃതകൃത്യതയാർന്ന പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും ഇതൊന്നുമല്ല ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. മലയാള ചലച്ചിത്ര വേദിയിൽ മാനം മര്യാദയോടുകൂടി പണിയെടുക്കുന്ന, സത്യസന്ധമായി നിലകൊള്ളുന്ന പല നടന്മാർക്കുമെതിരെ തന്നെ ഈ റിപ്പോർട്ട് ഇപ്പോൾ വലിയ ഭീഷണിയായി തീർന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മലയാള സിനിമാ വേദിയിൽ 15 അംഗ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് കമ്മീഷൻ പോലും സമ്മതിക്കുമ്പോൾ ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് വ്യക്തമാക്കുവാൻ മലയാള ചലച്ചിത്ര വേദിയിൽ മാനം മര്യാദയായി പണിയെടുക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. ആയിരക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന മലയാള ചലച്ചിത്ര മേഖലയിൽ 10-15 ആളുകളുടെ അരാജകത്വവും അനീതിയും അസമത്വവും അക്രമവും കൊണ്ട് നശിച്ചു പോകുന്ന ഒരു മേഖലയായി മാറിയിരിക്കുന്നു ഈ മേഖല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്ന ഒരു തൊഴിലിടം തന്നെയാണ് സിനിമാ മേഖല. സിനിമയിൽ ആരൊക്കെയോ ചേർന്ന് ചില ലൈംഗിക ചൂഷണങ്ങൾ നടത്തിയിരിക്കുന്നു, ചില അക്രമങ്ങൾ നടത്തിയിരിക്കുന്നു. ഇതിന് സിനിമാ മേഖലയിലുള്ള എല്ലാ ആണുങ്ങളും, പ്രത്യേകിച്ച് താരപദവിയിൽ നിൽക്കുന്ന മുതിർന്ന ആളുകൾ വരെ പഴി കേൾക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരം ആളുകളെ ചൂണ്ടിക്കാണിക്കപ്പെടാത്തത് എന്നുള്ളതും വിസ്മയകരം തന്നെയാണ്. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ആളുകൾ തന്നെയാണ്, ഇന്ന ആളുകളായിരിക്കും എന്ന് എന്തുകൊണ്ടാണ് സർക്കാരിന് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത്? അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹേമ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തതായി തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് മൊഴി നൽകിയ ഇരകളുടെ ഒരു വിവരവും പുറത്തു പറയാൻ പാടില്ല എന്നാണ് അന്ന് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹേമ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നത്. അല്ലാതെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട്
ഇരകളെ ആക്രമിച്ച വേട്ടക്കാരുടെ പേര് വിവരങ്ങളോ അവർക്കെതിരെയോ നടപടി എടുക്കണ്ട എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ബഹുമാനപ്പെട്ട ജസ്റ്റിസ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ടില്ല. അങ്ങനെ ഒരു കത്തെഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കത്ത് മുഖ്യമന്ത്രി പുറത്തുവിടട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ മാനം മര്യാദയ്ക്ക് പണിയെടുക്കുന്ന ആളുകൾ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് ചങ്കുറ്റമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അങ്ങനെ ഒരു കത്ത് കൂടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രഹസ്യ വിവരങ്ങൾ പുറത്തുവിടാത്തത്, ഈ റിപ്പോർട്ടിന്റെ 70 പേജുകൾ സർക്കാർ മാറ്റിവെച്ചത് എന്നൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ചങ്കുറ്റമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ അത്തരം രേഖകൾ, അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹേമ മുഖ്യമന്ത്രിക്ക് നൽകി എന്ന് പറയുന്ന ഈ കത്തിൽ എന്തൊക്കെയാണ് ഉള്ളടക്കം എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ മുഖ്യമന്ത്രി ആ കത്ത് പുറത്തുവിടട്ടെ എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ചില ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടികൾ വാങ്ങി മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ചേർന്ന് നടത്തിയ ഒരു പ്രഹസനം മാത്രമാണ് ഇത് എന്നാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്നും ഉയരുന്ന ആക്ഷേപം. ഇത് തന്നെയാണ് സിനിമാ മേഖലയിൽ മാനം മര്യാദയോടുകൂടി പണിയെടുക്കുന്ന പല ചലച്ചിത്ര നടീനടന്മാരും ഇപ്പോൾ പറയുന്നത്. ഈ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാ നടികളെയും ലൈംഗിക അരാജകത്വത്തിന്റെ നിഴലിൽ നിർത്തുന്ന, എല്ലാവരെയും ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്നുള്ള നിഴലിൽ നിർത്തുന്ന, സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഈ റിപ്പോർട്ടിൽ ആരൊക്കെയാണ് തെറ്റ് ചെയ്തത്, ആരൊക്കെയാണ് ഇരയാക്കപ്പെട്ടത് എന്നുള്ളതിൽ എല്ലാവർക്കും സംശയമുണ്ട്. ഒരു കാരണവശാലും ഇരയാക്കപ്പെട്ട ആളുകളുടെ ഒരു വിവരവും പുറത്തുവിടേണ്ട, അവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് തന്നെയുണ്ട്. എന്നാൽ ഇവരെ ആരൊക്കെയാണ് ആക്രമിച്ചത്, തങ്ങൾ നേടിയ പ്രതിച്ഛായയുടെ പുറത്ത്, തങ്ങൾ നേടിയ സ്വാധീനത്തിന്റെ പുറത്ത് ഏതെങ്കിലും നടനോ സാങ്കേതിക വിദഗ്ധരോ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന പ്രധാന നടിമാരെയോ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെയോ ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ, പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പീഡിപ്പിച്ച ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് ഏത് കമ്മീഷൻ എപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മുഖ്യമന്ത്രി അല്ലാതെ ഈ വിഷയത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉരുണ്ട് കളിക്കുകയല്ല വേണ്ടത്. വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാൻ പാടില്ല, വ്യക്തി സ്വാതന്ത്ര്യവും രഹസ്യവും സൂക്ഷിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ തെറ്റ് ചെയ്ത് ഒരാൾ എത്രത്തോളം വലിയ മഹാനായാൽ പോലും അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാൻ പാടില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മുടന്തൻ ന്യായം കേട്ട് മിണ്ടാതിരിക്കാൻ ഇത് വെള്ളരിക്ക പട്ടണമല്ല എന്ന് തന്നെയാണ് സാധാരണ ജനങ്ങൾ പറയുന്നത്. മുഖ്യമന്ത്രി കോടികൾ വാങ്ങിച്ചിട്ടുണ്ടാകാം, കോടികൾ കിലുങ്ങുന്ന മേഖല തന്നെയാണ് സിനിമാ മേഖല. അതുകൊണ്ട് തന്നെ ഇവിടെ ആരൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തെറ്റ് ചെയ്ത ആളുകളുടെ കൈകളിലെ കറകൾ മറച്ചു പിടിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി കോടികൾ വാങ്ങിച്ച് അവരുടെ പേര് വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ടിന്റെ പ്രധാന ഭാഗങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നത്. 74 വയസ്സുകാരനായ മലയാളത്തിന്റെ മെഗാസ്റ്റാർ എന്ന് പറയുന്ന, മലയാളത്തിന്റെ എക്കാലത്തെയും വലിയ നടൻ എന്ന് വിശേഷിപ്പിക്കുന്ന മമ്മൂട്ടിയെ പോലും പീഡനവീരൻ എന്ന സംശയത്തിന്റെ നിഴലിലാക്കുവാനാണ് ഇത്തരം ചില നടപടികൾ കൊണ്ട് സാധിച്ചിട്ടുള്ളത് എന്നാണ് മമ്മൂട്ടിയുടെ ഫാൻസ് അസോസിയേഷൻ പോലും ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്നത്. ഇത് തന്നെയാണ് 64 കഴിഞ്ഞ മോഹൻലാലിന്റെയും മറ്റ് നടന്മാരുടെയും കാര്യത്തിലുള്ള സംശയം. ഇത് തന്നെയാണ്, ആരൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തു എന്നുള്ളത് കൃത്യമായി പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണം. എത്ര ഉന്നതനായ കലാകാരനായാലും, സംസ്ഥാനത്തിന്റെയോ കേന്ദ്രത്തിന്റെയോ അവാർഡുകൾ നേടിയിട്ടുള്ള ആളായാൽ പോലും സത്യത്തിനും ധർമ്മത്തിനും സാംസ്കാരിക അവബോധത്തിനും നിരക്കാത്ത രീതിയിൽ എന്ത് പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിലും അവരെയെല്ലാം വ്യവസ്ഥാപിതമായ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരണം. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി ശിക്ഷിക്കണം, പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന, മാനം മര്യാദയ്ക്ക് കഴിയുന്ന ആളുകൾ പറയുന്നത്. ലക്ഷക്കണക്കിനായ ആളുകൾ തൊഴിലെടുക്കുന്ന ഒരു മേഖലയിലുള്ള എല്ലാ ആളുകളും മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജീവിത ചര്യകളുള്ള ആളുകളാണ്, ലൈംഗിക ചൂഷണത്തിനും ലൈംഗിക അരാജകത്വത്തിനും വിധേയരായ ആളുകളാണ് എന്ന തരത്തിൽ അവരെ ചിത്രീകരിച്ച് മറ്റൊരു ജനവിഭാഗമായി അവരെ അങ്ങനെ ജനം നോക്കിക്കാണുവാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിനെതിരെ പ്രതികരിക്കാൻ യുവ നടന്മാർ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതും വലിയ ആക്ഷേപം തന്നെയാണ്. മലയാള ചലച്ചിത്ര വേദിയിലെ യുവനടനായ ആസിഫ് അലി മാത്രമാണ് താൻ മൊഴി നൽകിയ ആളുകൾക്കൊപ്പം നിലകൊള്ളുന്നു എന്നുള്ള ധൈര്യമായ ഒരു അഭിപ്രായം പറഞ്ഞത്. പൃഥ്വിരാജും പറഞ്ഞിട്ടുണ്ട്, എന്തിനു വേണ്ടിയാണ് ഈ ഹേമ കമ്മീഷൻ ഏർപ്പെടുത്തിയത്, അങ്ങനെയാണെങ്കിൽ അവർ കണ്ടെത്തിയ ഈ റിപ്പോർട്ട് പുറത്തുവിടട്ടെ, അത് തന്നെയാണ് ആവശ്യം, അല്ലെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും നാടകം തന്നെയാണ് എന്നാണ് പൃഥ്വിരാജും പറഞ്ഞത്. എന്നാൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയ നടന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദിലീപ്, ഫഹദ് ഫാസിൽ, ജയസൂര്യ മുതലായ നടന്മാർ ആരും തന്നെ പ്രതികരണ ശേഷി കാണിച്ചിട്ടില്ല, ആരും ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകൾ ചീഞ്ഞു നാറുന്നു എന്ന് തന്നെയാണ് സാധാരണക്കാരും പറയുന്നത്. എന്തായാലും ഇത്തരം ദുരൂഹതകൾ അകറ്റുവാൻ സർക്കാരിന് സാധിക്കണം, അല്ലെങ്കിൽ സർക്കാർ ഇക്കാര്യത്തിൽ കോടികൾ കോഴ വാങ്ങി കുറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നു എന്ന നിലപാട് തന്നെയാണ് ജനങ്ങൾക്കുള്ളത്. ഈ നിലപാട് മാറ്റാൻ സർക്കാർ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ്
പലരും എടുത്തു പറയുന്നത്. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഗവർണറും പറഞ്ഞത്. സർക്കാരിന് ഒരു കടമയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഇരയാക്കപ്പെട്ട ആളുകൾ ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും മൊഴി നൽകിയാൽ, പരാതി നൽകിയാൽ കേസെടുക്കാം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സാംസ്കാരികമായ പൊള്ളത്തരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഗവർണർ മുഖ്യമന്ത്രിയെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞത്. റിപ്പോർട്ടിന്മേൽ സ്വമേധയാ വേണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് കേസെടുക്കാൻ സാധിക്കും. കാരണം ലൈംഗിക ചൂഷണം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കുറ്റക്കാരെന്ന് പറയപ്പെടുന്ന ആളുകൾക്കെതിരെ കേസെടുക്കാൻ സർക്കാരിന് സാധിക്കും. ഇനിയും ഇരകൾ പരാതി നൽകട്ടെ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ധാർമ്മിക അവബോധം, നിയമാവബോധം എത്രത്തോളം ഉണ്ട് എന്ന് തന്നെയാണ് ഗവർണർ തുറന്നടിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു ധാർമ്മികതയുണ്ട്, മനസാക്ഷിയുണ്ട് എന്ന് തന്നെയാണ് ഗവർണർ പറഞ്ഞത്. മുഖ്യമന്ത്രി ധാർമ്മികതയ്ക്കും മനസാക്ഷിക്കും ഒപ്പം നിൽക്കണം, അല്ലെങ്കിൽ നിയമത്തിനൊപ്പം നിൽക്കണം. നിയമബോധത്തോടു കൂടി തന്നെ മുഖ്യമന്ത്രി എന്ന പദവിക്ക് ചേരുന്ന രീതിയിൽ പിണറായി വിജയൻ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഗവർണറുടെ ഈ വാക്കുകൾ പ്രതിഫലിപ്പിക്കുന്നത്. എന്തായാലും കുറ്റക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് അറിയാതെ മലയാള ചലച്ചിത്ര വേദിയിലുള്ള തലമുതിർന്നവരും അല്ലാത്തവരുമായ നടന്മാർക്കെതിരെ തന്നെയാണ് ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ആരോപണത്തിന്റെ ശരങ്ങളുമായി നിൽക്കുന്നത്. ആരൊക്കെയാണ് കുറ്റക്കാർ, ആരൊക്കെയാണ് കുറ്റം ചെയ്യാത്തവർ, അപരാധി ആരാണ്, നിരപരാധി ആരാണ് എന്ന് തിരിച്ചറിയാതെ, അല്ലെങ്കിൽ സ്വയം വെളിപ്പെടുത്താനാകാതെ മരവിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് മലയാള ചലച്ചിത്ര വേദിയിൽ ഇപ്പോൾ നാം കാണുന്നത്. ഈ ദുരൂഹതകൾ അകറ്റുവാൻ മുഖ്യമന്ത്രിക്കാവണം, സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കാവണം. കുറ്റക്കാരുടെ പേരുകൾ പുറത്തുവിടാൻ അവർ തയ്യാറാവണം. ഇരകളുടെ പേരുകൾ പുറത്തുവിടണ്ട എന്ന് മാത്രമേ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളൂ. വേട്ടയാടപ്പെട്ടവരുടെ പേരുകൾ പുറത്തുവിടരുത്. വേട്ടയാടിയവരെ കണ്ടെത്തി ശിക്ഷിക്കുക തന്നെ വേണം. അവരുടെ പേരുകൾ പുറത്തുവിടണം. അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഇവരുടെ കയ്യിൽ നിന്നും, അതായത് വേട്ടക്കാരായ നടന്മാരുടെ കയ്യിൽ നിന്നും കോടികൾ വാങ്ങി ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ഒരു ധ്വനി തന്നെയാണ് ഇപ്പോൾ സമൂഹത്തിനുള്ളത്. അങ്ങനെ തന്നെ അവർ സർക്കാരിനെ വ്യാഖ്യാനിക്കും എന്ന് തന്നെയാണ് സിനിമാ മേഖലയിൽ ഉള്ള ആളുകളും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. എന്ത് തന്നെയായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭാഗത്തിൽ നിന്നും സത്വരമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് സിനിമാ മേഖലയിലുള്ളവർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതും പ്രതികരിക്കുന്നതും. ഞങ്ങളെല്ലാവരും ലൈംഗിക പീഡകന്മാരാണ്, ലൈംഗിക ചൂഷകന്മാരാണ് എന്നുള്ള ഒരു പരാതി ഒഴിവാക്കാൻ വേണ്ടി, സമൂഹത്തിന് മുൻപിൽ ഞങ്ങൾക്ക് മാനം മര്യാദയോടുകൂടി നടക്കുവാൻ വേണ്ടി, തൊഴിലിടങ്ങളിൽ സംശുദ്ധിയോടുകൂടി നിന്ന് പണിയെടുക്കുവാൻ, ഞങ്ങൾക്ക് അഭിമാനബോധത്തോടുകൂടി പണിയെടുക്കുവാൻ മുഖ്യമന്ത്രി അവസരമൊരുക്കണം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന വേട്ടക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടണം, അവർക്കെതിരെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഒപ്പം പൊതുജനങ്ങളും മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത്.